മസാല ബോണ്ട് കേസിൽ നിലപാട് കടുപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡോക്ടർ തോമസ് ഐസക് ഹാജരായേ മതിയാകൂ എന്ന് ഇഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. മസാല ബോണ്ട് ഇടപാടിലെ വിവരങ്ങൾ അറിയാവുന്ന ആളാണ് ഐസക് എന്നും അന്യഗ്രഹ ജീവിയൊന്നും അല്ലെന്നും ഇഡി കോടതിയിൽ പറഞ്ഞു. അതേസമയം ഹാജരാകുമെന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സിഇഒയ്ക്ക് പകരം DGM അജോഷ് കൃഷ്ണകുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഈ മാസം 27, 28 തീയതികളിൽ ഇഡി ഓഫീസിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. രേഷ്മ ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രേഷ്മ, എന്തായാലും തോമസ് ഐസക്കിന് കുരുക്ക് മുറുകയാണ്, ഒപ്പം കിഫ്ബി ഹാജരാകുമെന്ന് സംഭവിച്ചിട്ടുമുണ്ട്. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിൽ കിഫ്ബിയുടെ സിഇഒയ്ക്ക് പകരം ഫിനാൻസ് DGM ആയിട്ടുള്ള അജോഷ് കൃഷ്ണകുമാർ ഹാജരാകുമെന്നാണ് കിഫ്ബിയുടെ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മാസം 27, 28 തീയതികളിൽ അജോഷ് കൃഷ്ണകുമാറും മറ്റ് ഉദ്യോഗസ്ഥരും ഹാജരാകും. അറസ്റ്റ് ഉണ്ടാകരുതെന്ന് കൂടി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല. ഇന്ന് ഇത് സംബന്ധിച്ച്, അതായത് ഇഡി സമൻസിൽ ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ ഇരു ഹർജിക്കാരോടും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി നിലപാട് വ്യക്തമാക്കിയത്. തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ പറഞ്ഞത് നിയമവിരുദ്ധമായിട്ടാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്, നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ഹാജരാകുമെന്ന് പറഞ്ഞ കിഫ്ബിയുടെ ഹർജിയിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. എന്തായാലും അറസ്റ്റ് ഉണ്ടാകരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത് തോമസ് ഐസക് ഈ ഇഡിയുടെ സമൻസിൽ മറുപടി പറഞ്ഞേ മതിയാകൂ, ഹാജരായേ മതിയാകൂ എന്നുള്ള നിലപാടാണ്, കർശന നിലപാടാണ് ഇഡിക്ക് വേണ്ടിയിട്ട് AST ആയിട്ടുള്ള ARL സുന്ദരേശൻ ഹൈക്കോടതിയിൽ ഓൺലൈനായിട്ട് വ്യക്തമാക്കിയത്. മാത്രവുമല്ല, ഈ മസാല ബോണ്ട് ഇടപാടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് തോമസ് ഐസക്കിന് വ്യക്തമായിട്ട് അറിയാം. കൂടാതെ ഈ മസാല ബോണ്ട് ഇടപാടിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം ഫണ്ടുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഈ ഫണ്ടുകൾ എങ്ങനെയാണ് വിനിയോഗിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഈ തോമസ് ഐസക്. തോമസ് ഐസക് അന്യഗ്രഹ ജീവിയൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം കൂടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഹൈക്കോടതി ചോദിച്ചത് പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണമാണ് ഇക്കാര്യത്തിൽ ഇഡി നടത്തുന്നത്. അതുകൊണ്ട് ഇതിന് മറുപടി നൽകിക്കൂടെ എന്നുള്ളതാണ് ഇന്ന് വീണ്ടും ഹൈക്കോടതി തോമസ് ഐസക്കിനോട് ആവർത്തിച്ചത്. വിവരങ്ങൾക്ക് മറുപടിയാണല്ലോ ഇഡി ആവശ്യപ്പെടുന്നത്, അത് അറിയില്ല എങ്കിൽ അതും പറയാമല്ലോ എന്നും ഐസക്കിനോട് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചു. പക്ഷേ നിയമവിരുദ്ധത മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വാദമുഖങ്ങളായിരുന്നു തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. തുടർന്നാണ് കിഫ്ബി തങ്ങളുടെ നിലപാട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കിഫ്ബി പറഞ്ഞിട്ടുള്ളത് ഈ 2 സമൻസുകളിൽ ഒരെണ്ണം ഈ പകർപ്പുകൾ, അതായത് ഈ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇഡി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് നൽകുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഫയലിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് പേജുകളുള്ള ഈ ഫയലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോപ്പികൾ നൽകുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. ഈ നിലവിൽ ഈ കിഫ്ബിയോടടക്കം കിഫ്ബി സിഇഒയ്ക്ക് എന്തുകൊണ്ട് ഹാജരാകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ ഘട്ടത്തിൽ കിഫ്ബി സിഇഒ ഹാജരാകേണ്ടതില്ല, മറിച്ച് DGM ഹാജരാകട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് കിഫ്ബി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും 27, 28 തീയതികളിൽ ഇഡി ഓഫീസിൽ കിഫ്ബിയുടെ DGM ആയിട്ടുള്ള അജോഷ് കൃഷ്ണകുമാർ ഹാജരാകും. അറസ്റ്റ് അടക്കമുള്ള കർശന നടപടികളൊന്നും പാടില്ലെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരു ഹർജികളും, അതായത് കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെ ഹർജികൾ ഹൈക്കോടതി മാർച്ച് 7 മാറ്റിയിട്ടുണ്ട്. ഇഡിയുടെ റിപ്പോർട്ടും അന്ന് സമർപ്പിക്കണം. എന്തായാലും ഈ സമൻസുകൾ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു ആക്ഷേപം മുൻനിർത്തിക്കൊണ്ടാണ് ഇരു വിഭാഗവും, അതായത് കിഫ്ബിയും തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടം മുതൽ തന്നെ എന്തുകൊണ്ട് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിച്ചത്. അങ്ങനെയാണ് കക്ഷികളുടെ നിലപാട് തേടാൻ വേണ്ടിയിട്ട് ഒരു സാവകാശം നൽകിക്കൊണ്ട് ഹൈക്കോടതി ഹർജികൾ ഇന്നത്തേക്ക് മാറ്റിയത്. എന്തായാലും കിഫ്ബിയുടെ ഉദ്യോഗസ്ഥൻ ഹാജരാകാമെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ മാർച്ച് 7 ഹർജികൾ പരിഗണിക്കുന്ന വേളയിലായിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനം എടുക്കുക. എന്തായാലും തോമസ് ഐസക് ഹാജരായേ മതിയാകൂ എന്നുള്ള കർക്കശ നിലപാട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇരു ഹർജികളും ഹൈക്കോടതി മാർച്ച് 7 മാറ്റിയിരിക്കുകയാണ്. രേഷ്മ, ഇതിനു മുൻപ് ഈ ഹർജികൾ
പരിഗണിച്ച വേളയിൽ ഹൈക്കോടതി തോമസ് ഐസക്കിനോട് എടുത്തു ചോദിച്ചിരുന്നു ഹാജരാവുന്നതിൽ എന്താണ് തടസ്സം, ഈ നിയമപരമായി എന്ത് തെറ്റാണ് ഈ സമൻസുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം അന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഇഡിയുടെ മുമ്പിൽ ഹാജരാകാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ആവശ്യമെങ്കിൽ അത് ആ ഉത്തരവ് അപ്രകാരം നൽകാമെന്ന് കൂടി കോടതി പറഞ്ഞിരുന്നു. എന്നിട്ടും ഈ ഹർജിയുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇടക്കാല ഉത്തരവ് ഇപ്പോൾ കിഫ്ബിയുടെ ഹർജിയിൽ മാത്രമാണ് അല്ലേ? കിഫ്ബിയുടെ ഹർജിയിൽ മാത്രമാണ് നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ഈ ഹാജരാകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം നിലവിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ അയച്ചിട്ടുള്ള സമൻസിൽ അതിൽ ഹാജരാകാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് തോമസ് ഐസക്കിന്റെ അഭിഭാഷകനായിട്ടുള്ള ജയ്ദീപ് ഗുപ്ത ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാജരാകാമെന്ന് പറഞ്ഞ കക്ഷിയെ അത് സംബന്ധിച്ച് അവരുടെ ഹർജിയിൽ നിലവിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണമാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹാജരാകുന്നതിൽ എന്താണ് തെറ്റ്, മാത്രവുമല്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർക്കശ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള ഉറപ്പ് സിംഗിൾ ബെഞ്ച് നൽകാമെന്ന് കൂടി അന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ കിഫ്ബിയുടെ ഇടക്കാല ഉത്തരവിലും ഹൈക്കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പാടില്ല, മാത്രവുമല്ല ഈ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കണം. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, അതായത് 27-28 തീയതി കിഫ്ബിയുടെ ഉദ്യോഗസ്ഥൻ ഹാജരാകുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി രേഖപ്പെടുത്തലാണെങ്കിലും അതിന്റെ തുറന്നു പറയാൻ പറ്റുന്ന വിശദാംശങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർച്ച് 7-ന് ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ സമർപ്പിക്കുകയും വേണം. എന്തായാലും തോമസ് ഐസക്ക് ഹാജരായേ മതിയാകൂ എന്നുള്ളൊരു നിലപാട് ഇഡി സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് 7-ന് ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇക്കാര്യം ഹൈക്കോടതി വിശദമായിട്ട് തന്നെ കേൾക്കും. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഹാജരാകുന്നതിൽ ഒരു നിലപാട് അത് കൃത്യമായിട്ട് വ്യക്തമാക്കണം. മാത്രവുമല്ല അതിനുശേഷം ഹാജരാകുന്നില്ല എങ്കിൽ മെറിറ്റിൽ തന്നെ ഈ ഹർജി കേൾക്കാം എന്നുള്ള ഒരു തീരുമാനം ഹൈക്കോടതി എടുത്തിരുന്നു. എന്തായാലും കിഫ്ബിയുടെ ഹർജിയിൽ മാത്രമാണ് നിലവിൽ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. തോമസ് ഐസക്കിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് ഇല്ല. അനു, ശരി, രശ്മാവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.